കണവ അല്ലെങ്കിൽ കൂന്തൽ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടത് നീളത്തിലരിഞ്ഞ 2 സവാളയും തക്കാളിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതെടുക്കാം. അതുപോലെ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും, കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും എടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇന്നത്തെ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. അങ്ങനെ വാട്ടി വന്ന സവാളയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. എല്ലാം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ആ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ഈ തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂന്തൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർക്കുക, അല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിൽ ഗരം മസാല ചേർത്ത് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂന്തലൊരു 1/4 ഭാഗം വേവുന്നത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 1/4 ഭാഗം വെന്ത് വന്ന കൂന്തലിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും അതുപോലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ കുരുമുളക് പൊടിയും ഇതിന് മുകളിൽ ഒന്ന് തൂവിക്കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് തന്നെ ഈ കണവ നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ, അതുപോലെ ഇതിലെ കുരുമുളക് പൊടിയും ഇതുമായിട്ട് നന്നായിട്ട് ചേർന്ന് വരുന്നവരെ അടച്ചു വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കണവക്കറി അല്ലെങ്കിൽ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ കൂന്തൽ കൊണ്ട് കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൂന്തൽ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ കമൻസിൽ അറിയിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോകളും നല്ല റെസിപ്പികളും അല്ലെങ്കിൽ വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.